ഓക്കെ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഐഡിയോളജിക്കൽ ഇമേജസ് ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു വിഷയമാണ്. നമ്മൾ ഇന്ത്യക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു നമ്മൾ ഫ്രീഡം കഴിഞ്ഞപ്പോൾ നമ്മൾ നല്ലൊരു ഡെവലപ്പിലാണ്, നമ്മൾ ഡെവലപ്മെന്റ് ഒരു മോഡിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും എന്തൊക്കെ കാരണം കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഉന്നതിയിൽ എത്തിയത്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചവർ നമുക്ക് ഫ്രീഡം കിട്ടിയത് എങ്ങനെയാണ്, അതിലൊക്കെ ഉള്ള ഘടകങ്ങളാണ്. ഒന്ന് പ്ലൂറലിസം ആൻഡ് നാഷണലിസം ഇൻ ഇന്ത്യൻ സിവിലൈസേഷൻ, സോഷ്യൽ ചേഞ്ചസ് ആൻഡ് മോഡേണൈസേഷൻ ഓഫ് ട്രഡീഷൻ. ഓക്കെ, ഫസ്റ്റ് ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു പാർട്ടിലാണ് നിങ്ങൾക്ക് എന്ത് മാക്സിമം എസ്സേ വരുന്ന ഒരു പാർട്ടാണ് ഏത്, നമ്മുടെ ഈ ഐഡിയോളജിക്കൽ ഇമേജസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പാർട്ടിൽ. ഓക്കെ, ഇതില് പ്ലൂറലിസം, നാഷണലിസം, ഇന്ത്യൻ സിവിലൈസേഷൻ, ഇന്ത്യൻ സംസ്കാരത്തിലേക്ക് എത്താൻ എന്തൊക്കെ ഘടകങ്ങളിലൂടെയാണ് നമുക്കൊരു എന്താ പറയാ, നമ്മുടെ ഒരു സ്ട്രക്ചർ വൈസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് പ്ലൂറലിസം എന്നാൽ ബഹുവചനം. പ്ലൂറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുവചനം എന്നാണ് നിങ്ങൾക്ക് അറിയാലേ. ബഹുവചനം, ഒന്നിൽ കൂടുതൽ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഒന്നിൽ കൂടുതൽ മതങ്ങൾ, ഒന്നിൽ കൂടുതൽ ജാതികൾ, ഒന്നിൽ കൂടുതൽ സംസ്കാരങ്ങൾ, ഒന്നിൽ കൂടുതൽ ഭാഷകൾ, അല്ലെ? നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള യൂണിറ്റി ഇസ് ദ ഡൈവേഴ്സിറ്റി, യൂണിറ്റി ഇസ് ദ നമുക്കറിയാം. ദെൻ എന്താണ് പിന്നെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞാൽ നാനാവിധ സംസ്കാരങ്ങൾ, നാനാവിധ ഭാഷകൾ, നാനാവിധ പാരമ്പര്യങ്ങൾ, നാനാവിധ മതങ്ങൾ, നാനാവിധ ജാതികൾ, ഇതിൽ നിന്നെല്ലാം ഇതിനാണ് പ്ലൂറലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നിൽ കൂടുതൽ പാരമ്പര്യങ്ങളും ഒന്നിൽ കൂടുതൽ സംഭവങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ യൂണിറ്റി ഇസ് ദ സ്ട്രെങ്ത് നമ്മൾ പറയുന്നില്ലേ, ഏകത്വം, നമ്മളെല്ലാവരും ഒന്നാണെന്ന ചിന്ത, അതാണ് ലാസ്റ്റ് വരുന്ന നാഷണലിസം. നമ്മൾ പറയും ലാസ്റ്റ് അല്ല, രണ്ടാമത്തെ പോയിന്റ് ആണ് നാഷണലിസം. ദേശീയതയിലേക്ക് നമ്മൾ പ്ലൂറലിസത്തിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ദേശീയതയിലേക്ക് വരുന്നത്? മിസ് പറഞ്ഞല്ലോ, പ്ലൂറലിസം എന്ന് പറഞ്ഞാൽ നാനാവിധത്തിലുള്ള സംസ്കാരങ്ങളും പാരമ്പര്യങ്ങളും ഭാഷകളും സംസാരിക്കുന്ന ജനങ്ങൾക്ക് എന്താണ് ജനങ്ങളുടെ ഇമ്പോർട്ടന്റ്? നാഷണലിസം. കാരണം ഇത്രയും പ്ലൂറലിസം ഉള്ള ഈ ഒരു രാജ്യത്ത് നമുക്ക് നാഷണലിസത്തിലേക്ക് വരണമെങ്കിൽ നമുക്ക് അത്രത്തോളം മറ്റുള്ള എല്ലാവരും ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ട്. നമുക്ക് അഭിമാനത്തോടെ ക്ലാസ് എടുക്കുന്ന മിസ്സിനും പറയാം, ക്ലാസ് കേൾക്കുന്ന നിങ്ങൾക്കും അഭിമാനത്തോടെ ചിന്തിക്കാം, നമ്മുടെ രാജ്യത്ത് ഇത്രയും മതങ്ങളും ജാതികളും നമ്മളെല്ലാം ഇങ്ങനെയാണല്ലോ. മിസ്സിന് ക്ലാസ് കേട്ടിട്ടല്ല, പൊതുവെ നിങ്ങൾക്ക് എന്താണ് ഒരു ദേശീയ ബോധം ഉള്ളിലുണ്ടാവും അല്ലെ, നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണെന്നുള്ള ബോധം. ദാറ്റ് ഈസ് നാഷണലിസം അല്ലെ, വി ആർ വൺ എന്നുള്ള ഒരു ബോധം, നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള ഒരു ബോധമാണ് ഇത് നാഷണലിസം. ഇതിൽ ഒബ്ജക്റ്റീവ്സ് എന്താ? ഡിഫൈൻ ദ കൺസെപ്റ്റ് ഓഫ് ഐഡിയോളജി, ഗിവ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഐഡിയോളജിക്കൽ ഇമേജ് ഓഫ് സൊസൈറ്റി, ഡിസ്കസ് ദ നേച്ചർ ആൻഡ് ഐഡിയോളജിക്കൽ ഇമേജ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് ഔട്ട്ലൈൻ ദ കൺസെപ്റ്റ് ഓഫ് നാഷണലിസം ആൻഡ് പ്ലൂറലിസം ഇന്ത്യൻ സിവിലൈസേഷൻ, ഡിസ്കസ് ദ ചേഞ്ച് ഓഫ് മോഡേണൈസേഷൻ ഇന്ത്യ അല്ലെ. ഇതിനൊക്കെ അവസാനമാണ് എഴുതുന്നത് നമ്മൾ മോഡേണൈസേഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ എന്താണ് മോഡേണൈസേഷൻ? നമുക്ക് എന്താണ് നമ്മൾ ഡെവലപ്മെന്റിലേക്ക് വന്നു, മോഡേൺ കാര്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ ചിന്തിക്കാൻ ഇതൊക്കെ ആക്കാൻ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങി എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ എന്താണ് ഐഡിയോളജിക്കൽ ഇമേജ് എന്താ നമുക്ക് ഫസ്റ്റ് നോക്കാം. Within sociology, ideology is the broadly understood of referring the world view a person or a society has regarding the total of their culture of value, belief a person society has regarding some of total expectation, common sense and assumptions of expectation. അതായത് സോഷ്യോളജി, വിത്തിൻ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു വിഷയത്തിന്റെ ഉള്ളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ സബ്ജക്ട് സോഷ്യോളജിയാണ് അല്ലെ. സോഷ്യോളജി എന്നുള്ള സബ്ജക്റ്റിനുള്ളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഒരു വ്യക്തി തന്റെ മതം, തന്റെ വിശ്വാസങ്ങൾ, തന്റെ പാരമ്പര്യം ഇതെല്ലാം ചേർന്ന് മറ്റെല്ലാ ഇതേപോലെ ഓരോ പേഴ്സൺ എന്തുണ്ട്, അവനവന്റെ ജാതി മതം എല്ലാം ഓരോ പേഴ്സൺ അല്ലെ, പേഴ്സൺ വൈസ് വ്യക്തികളെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഉണ്ട്. അപ്പൊ അതെല്ലാം ഉൾക്കൊള്ളാൻ മറ്റുള്ളവരുടെ, നേരത്തെ മിസ് പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളവരുടെ സംസ്കാരവും പാരമ്പര്യവും ഭാഷ ഒക്കെ ഉൾക്കൊള്ളാനും നമുക്ക് കോപ്പറേറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടാണ് എന്ത് ഐഡിയലിസം എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു കാഴ്ചപ്പാടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഐഡിയലിസം. ഇറ്റ് ബൈ ദ കോംപ്ലിമെന്റ്സ് ഓഫ് റിലേറ്റീവ് ഇന്റേണൽ കൺസിസ്റ്റൻസി ആൻഡ് ട്രെൻഡ് ദ ഫോം ഓഫ് ക്ലോസർ സിസ്റ്റം ആൻഡ് മെയിൻറ്റെയിൻ ഇറ്റ്സെൽഫ് ദ ഫേസ് ഓഫ് contradictory of experience. In ideology gives an identity within the society, within group, with the relation of other people.
ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സിഗ്നേച്ചർ ഓഫ് അതർ പീപ്പിൾ. അതൊരു സിഗ്നേച്ചർ ആണ്. കാരണം അത് നമ്മുടെ അഭിമാനമാണ്. ഐഡിയോളജി മറ്റുള്ള എല്ലാതും നമ്മൾ ഉൾക്കൊള്ളുകയാണ്. അത് നമ്മുടെ ഒരു ഡിഗ്നിറ്റി ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഐഡിയോളജിക്കൽ ഇമേജസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയെ വെച്ച് നോക്കുമ്പോൾ ഈ ഐഡിയോളജി നമുക്ക് എങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റും? നാഷണൽ ആൻഡ് ദ ഗ്രേറ്റ് എക്സ്റ്റെന്റ് ഗ്ലോബൽ കൺസെൻസ് ഓഫ് ഇന്ത്യ ദാറ്റ് ഹാസ് ബീൻ constructed over the years of that built a culture of pluralism and nationalism of its own. Great civilization have a complex structure of great of tradition. നമ്മുടെ ഗ്രേറ്റ് ആയ സിവിലൈസേഷൻ, ദാറ്റ് ഈസ് ഇന്ത്യൻ സിവിലൈസേഷൻ, ഇന്ത്യൻ സംസ്കാരം ഉയർന്നു വന്നത് ഈ ഒരു ഐഡിയോളജി കൊണ്ട് മറ്റുള്ളവരെ മനസ്സിലാക്കാനും മറ്റുള്ളവരെ ഉൾക്കൊള്ളാനുള്ള നമ്മുടെ ആ ഒരു അഭിമാനകരമായ ഒരു മൈൻഡ് കൊണ്ടാണ്. ഒരു നാഷണലിസം അല്ലെങ്കിൽ ഈ ഒരു ഐഡിയലിസം പോകുന്നത് എങ്ങോട്ടാ? ജസ്റ്റ് ആരോ മാർക്കറ്റ് എങ്ങോട്ട് പോകും? പ്ലൂരലിസം എങ്ങോട്ടാ പോണത്? നാഷണലിസം. ഓക്കെ, ഈ നാഷണലിസം ആണ് ഇന്ത്യൻ കൾച്ചർ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇതാണ് എങ്ങോട്ട് സോഷ്യൽ ചേഞ്ചസ് ആയി മാറുന്നത്. ഇത് നമ്മുടെ ട്രഡീഷൻ ആണ്. നമ്മുടെ ട്രഡീഷൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന ഈ ഒരു റൈറ്റിംഗ്സിലാണ്. ഇന്ത്യൻ ഇന്റലക്ച്വൽസ് unsparing their security of India of social hunger, misery, literacy, inequality of every kind, sexual discrimination, economic exploitation, corruption and commercialization and fanaticism of spreading slums and looting of the environment of and detailed scholarship of anger of disgust over community. The Indian ideology എന്തൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്? ഹങ്കർ, മിസറി, ലിറ്ററസി. നമ്മുടെ ഇന്ത്യയിൽ പല പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയുണ്ട്? വിശപ്പുണ്ട്, ദാരിദ്ര്യം, പിന്നെ എഴുത്തും വായന അറിയാത്തത്, ഇനീക്വാളിറ്റി ഉണ്ട് അല്ലെ, അതായത് അസമത്വമുണ്ട്, ആൻഡ് സ്പ്രെഡിങ് ഓഫ് സ്ലംസ്, അതായത് ഈ ഒരു കുടിലൊക്കെ കെട്ടി സ്ലംസ് ഉണ്ടാവുമല്ലോ, നമ്മുടെ സ്ലംസ് ഏരിയയിലേക്ക് മറ്റവര് പാർക്കുന്ന കുറെ ആളുകൾ തിങ്ങിക്കൂടി പാർക്കുന്ന ഏരിയ, ലൂട്ടിങ് ഓഫ് എൻവയോൺമെന്റ്, പരിസ്ഥിതിയെ നശിപ്പിക്കുക, അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഐഡിയോളജി വരുന്നതാണ്. ഇതിനൊക്കെ മറികടന്ന് നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റണം, ഒരുമിച്ച് ഏകത്വത്തോടെ ചിന്തിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ദ സ്ട്രഗിൾ ഓഫ് ഇൻഡിപെൻഡൻസ് ലെഡ് ബൈ ഗാന്ധി. അതായത് ഇന്ത്യൻ ഐഡിയോളജി കണക്ട് ത്രീ ഫേസസ് ഓഫ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി. ഇന്ത്യൻ ഐഡിയോളജി എന്ന് പറഞ്ഞ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ അത് 3 തരത്തിലായി സിലബസിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ മേക്കിംഗ് ഓഫ് ഇന്ത്യൻ റിപ്പബ്ലിക് അണ്ടർ നെഹ്റുസ് ലീഡർഷിപ്പ് ഓഫ് ഇന്ത്യൻ നാഷണലിസം. India is often referred the land of cultural plurality and diversity to construct a world view. Traditional and the formal of official, these two views of today exist unconformably of purpose and cashing with contemporary official world view. നമുക്കത് വേൾഡ് വ്യൂ, അതായത് ലോക നിരീക്ഷണത്തിൽ തന്നെ നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ സിവിലൈസേഷൻ തന്നെയാണ് മറ്റുള്ള സംസ്കാരങ്ങളിൽ ഏറ്റവും മികച്ചതെന്ന് പല ഫിലോസഫേഴ്സും പുറത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ പിന്നെ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇന്ത്യൻ സിവിലൈസേഷൻ എന്താണ്? ഇന്ത്യൻ സിവിലൈസേഷൻ ഈസ് എ ഡിസ്റ്റിങ്ഷൻ ഫ്രം other civilization of the world respect of its community and historiography. In accommodating ethos, the composite character, the founding of idea of India was never simply a commitment of abstract value of pluralism and democracy, but was rooted the practical understanding of compulsions and consider Indian politics. Indian no more their counterparts anywhere else, that moderate principles of and especially tolerate the people we are deeply interested. ഓക്കെ, അപ്പൊ ഇന്ത്യൻ സിവിലൈസേഷൻ മറ്റുള്ള സിവിലൈസേഷനിൽ നിന്ന് എപ്പോഴും വിഭിന്നമാണ്. അത്രക്കും കൾച്ചറലായാലും ട്രഡീഷണലി ഒക്കെ നമ്മളെ ഇന്ത്യൻ സിവിലൈസേഷൻ ആണ് ഏറ്റവും മികച്ചതെന്നാണ് പറയുന്നത്. ഇന്ത്യൻ സിവിലൈസേഷൻ മോർ ദാൻ 5000 years old അല്ലെ. ഇന്ത്യൻ സിവിലൈസേഷൻ ഏകദേശം 5000 years old. എത്ര ഇന്ത്യൻ സിവിലൈസേഷൻ എത്ര വയസ്സായി? 5000 years old എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ശരിക്കും ഏജ് ആണ് ഇയേഴ്സ് ഓൾഡ് പറയല്ലേ. അപ്പൊ എത്ര വയസ്സായി ഇന്ത്യൻ സിവിലൈസേഷന്? 5000 വയസ്സായി എന്നാണ് നമ്മുടെ ഈ ഒരു സിലബസിൽ പറയുന്നത്. ഓക്കെ, പിന്നെ ഇന്ത്യൻ സിവിലൈസേഷനെ പറ്റി ദ ഓർഡർ ഓഫ് അണ്ടർസ്റ്റുഡ് സിവിലൈസേഷൻ ഹാസ് അണ്ടർടേക്ക് ദ സ്റ്റഡി ബേസ്ഡ് ഓൺ ദി കാറ്റലോഗിങ് ലിസണിംഗ് ദ കൾച്ചറൽ ട്രേറ്റ്. കാറ്റലോഗ് എന്ന് പറയുന്നത് എന്തിന്റെ കാറ്റലോഗ്? കൾച്ചറൽ dignity, cultural traits. Okay, it's the essential of underlying the cultural communication. For Majumdar, so far as available confidence of the cannot be slightest is that
approach of history of India of different spirit and adopt a different scale of value order to apply the culture of civilization. നമ്മുടെ സിവിലൈസേഷൻ നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തണമെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ അത് എന്താവണം, ഒരു എക്സാമ്പിൾ ആയി മാറണം എന്നുള്ളത് കൊണ്ടാണല്ലോ നമുക്ക് ഇന്ത്യൻ സോഷ്യോളജി എന്നുള്ള ഈ ഒരു വിഷയത്തിൽ, നമ്മളിപ്പോ സോഷ്യോളജി എന്ന് പറയാം ഡിഗ്രിക്ക് പഠിക്കുന്ന സോഷ്യോളജി വിഷയം നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിക്കും പ്രാപ്തമാകുന്ന രീതിയിലുള്ള ഓരോ സിലബസ് നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. ഇതിൽ ഇന്ത്യൻ സൊസൈറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ സിവിലൈസേഷനെ പറ്റി ഇതിൽ ഈ സിലബസിൽ ഉൾപ്പെടുത്തണമെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിന് വരും തലമുറകളും അറിഞ്ഞിരിക്കണം എന്നതുകൊണ്ടാണല്ലോ എക്സാമ്പിൾ ആയിട്ട് ഇതെല്ലാം പറയുന്നത്. അപ്പൊ ഇതൊക്കെ എന്തിൽ ഉൾപ്പെടുത്തും? ഇന്ത്യൻ സിവിലൈസേഷന്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. രവീന്ദ്രനാഥ ടാഗോർ റൈറ്റ്സ്, രവീന്ദ്രനാഥ ടാഗോർ നമ്മുടെ ദേശീയ ഗാനത്തിന്റെ രചയിതാവാണ് ആര്? രവീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? അവർ റിയൽ ടൈസ് ആർ ദ ഭാരതവർഷ that lies outside the textbook. In the history of this tie for a substantially long period it lost the soul of losses of enlarge. We need our practical plans in India. Our over many hundred of years, our roots and thousands of them, we have occupied the very heart of Bharatavarsha. But unfortunately, we are obliged the brand of history to make children to forget a very fact appears we nearby in India. അദ്ദേഹം എന്താ പറഞ്ഞത്? നമ്മുടെ വരും തലമുറകൾക്ക് പഠിക്കാനും വായിക്കാനും അത്രത്തോളം ഇന്ത്യൻ ദേശീയത, ഇന്ത്യൻ നാഷണലിസത്തേക്ക് നമ്മളെ നയിച്ച ഓരോ കാരണങ്ങളും നമ്മുടെ ഫ്രീഡം സ്ട്രഗിളേഴ്സിന്റെ ബുദ്ധിമുട്ടുകളും നിറഞ്ഞ കാലഘട്ടം, അവർ അനുഭവിച്ച വേദനകൾ, യാതനകൾ, വിഷമങ്ങൾ, അതെല്ലാം മനസ്സിലാക്കാനുമാണ് നമ്മുടെ ഈ ഒരു ഇതിലേക്ക് ഇത് ഉൾപ്പെടുത്തിയതും. നമുക്ക് നമ്മുടെ ഐഡിയോളജിക്കൽ പരമായിട്ട് മറ്റുള്ളവർ നമ്മളെ എക്സാമ്പിൾ ആക്കി, നമ്മുടെ ഇന്ത്യൻ സിവിലൈസേഷൻ ആണ് എക്സാമ്പിൾ ആക്കുന്നത്. കാരണം ഇറ്റ്സ് എ പ്ലൂരലിസം. ഇത് എസ് എ മാർക്കിന് വരും കേട്ടോ, പ്ലൂരലിസം. മീൻസ് ഇവിടെ എഴുതാം എസ് എ ക്വസ്റ്റ്യൻ ആണ്. എന്ത് എസ് എ ക്വസ്റ്റ്യൻ? ഇതും എസ് എ ആണ്. ഓക്കെ. പിന്നെ ഇന്ത്യൻസ് ഇതെല്ലാം ഷോർട്ട് എസ്സേകളാണ് ചോദിക്കുക കേട്ടോ. മറ്റേ പ്ലൂരലിസം വലിയൊരു എസ്സേ ചോദിക്കാൻ സാധിക്കും. അറിയാലോ എന്താണ് പ്ലൂരലിസം? ബഹുവചനമാണ്. പ്ലൂരൽ എന്ന് പറഞ്ഞാൽ ബഹുവചനം. ഒന്നിൽ കൂടുതൽ കൾച്ചേഴ്സും ട്രഡീഷൻസും ഒക്കെ നമ്മൾ പിന്തുടരുന്നത് കൊണ്ടാണ് നമ്മുടെ സിവിലൈസേഷൻ, എന്ത് സിവിലൈസേഷൻ എന്ന് പറയുന്നത്? പ്ലൂരലിസം ബേസ് ചെയ്തുകൊണ്ടുള്ള സിവിലൈസേഷൻ ആണെന്ന് പറയുന്നത്. ഓക്കെ. അറ്റ് ലാസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സോഷ്യൽ ചേഞ്ചസ് ആൻഡ് മോഡേണൈസേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലേക്ക് എങ്ങനെ സോഷ്യൽ ചേഞ്ചസ് ആവുന്നത്? സോഷ്യൽ ചേഞ്ചസ്, സാമൂഹിക മാറ്റങ്ങൾ, ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി മനസ്സിലാക്കാൻ പറ്റും ഇന്ത്യ എങ്ങനെ സോഷ്യൽ ചേഞ്ചസിലേക്ക് വരുന്നത് അല്ലെ. എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞപ്പോൾ രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ ദേശീയ ഗാനത്തിൽ പോലും ഇല്ലുണ്ട് നമ്മുടെ ആ ദേശീയ ഗാനം എന്തുകൊണ്ട് ഇൻക്ലൂഡഡ് ആണ്? നമ്മുടെ സംസ്കാരം, നമ്മുടെ ട്രഡീഷൻ ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു ഗാനം രചിച്ചത്. അപ്പം ഐഡിയോളജി ഇൻ ദ ബുക്ക് സോഷ്യൽ ചേഞ്ചസ് ഇൻ ഇന്ത്യ ക്രൈസിസ് ദ റെസ്ലൻസ് ആൻഡ് പിന്നെ യോഗേന്ദ്ര സിംഗ് ഡിസ്കസസ് ദ ടൈപ്സ് ഓഫ് ടെൻഡൻസി ഓഫ് സോഷ്യൽ ചേഞ്ചസ് ഇൻ മോഡേൺ ഇന്ത്യ. ഫസ്റ്റ് there has a taken place of substantial change in the social structure without simultaneously bringing about the structural changes in society. It results into tension of these builds up social crisis. To him, Indian civilization always been based on the principles of hierarchy and character has been influenced or just change a great tradition of little tradition. അല്ലെ, നമ്മുടെ ഇന്ത്യൻ സിവിലൈസേഷൻ ബേസ് ചെയ്തത് എപ്പോഴും നമ്മുടെ ഈ ഒരു പാരഗ്രാഫിൽ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ സിലബസിൽ ഉൾക്കൊള്ളും. നമ്മുടെ ഇന്ത്യൻ സിവിലൈസേഷൻ ബേസ്ഡ് ഓൺ ദ ട്രഡീഷൻ ആൻഡ് കൾച്ചർ. Its former constitution remained unchanged in the changes in Sanskritization. The real change came in the conduct of Western civilization in 17th century. Sanskritization. എന്താണ് സാൻസ്ക്രിറ്റ്? സംസ്കൃതം. നമ്മുടെ ഭാഷകളും നമ്മൾ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളും എല്ലാം പഴയകാല ഗ്രന്ഥങ്ങളെല്ലാം എന്തിൽ അധിഷ്ഠിതമാണ്? ദ ലാംഗ്വേജ് ഓഫ് സാൻസ്ക്രിറ്റ്. ആ സാൻസ്ക്രിറ്റ് ലാംഗ്വേജ് പിന്നീടാണ് നമ്മുടെ ബ്രിട്ടീഷുകാർ വന്നതിന് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്പ്രെഡ് ആയതും സംസ്കൃതത്തിൽ. കാരണം അവിടെ ആക്ട്സും അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷനും നമുക്ക് മനസ്സിലാവുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കണം. അതുകൊണ്ടാണ് പിന്നീട് അത് സ്പ്രെഡ് ആയത്. നമുക്ക് പിന്നെ ഒരു ബെനിഫിറ്റ് ആയി മാറുകയാണ് ചെയ്തത്. ഓക്കെ.